ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് വീടൊക്കെ എപ്പോഴും നല്ല സ്മെല്ലോട് കൂടിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ മൊത്തത്തിൽ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ലൈക്കും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാൻ വീട്ടിലിപ്പോൾ ഹെവി കുക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ എന്താ ചെയ്യണമെന്ന് ആ ഒരു കുക്കിങ്ങിൻ്റെ ഒരു നോൺ വെജൊക്കെ കുക്ക് ചെയ്യണ ഒരു സ്മെല്ലുണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ ആ സ്മെല്ലിങ്ങനെ തങ്ങി നിൽക്കുമല്ലോ അപ്പോൾ കിച്ചണിലൊക്കെ. അപ്പോൾ അത് മാറാനായിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളത് ആദ്യം ഷെയർ ചെയ്യാം. ഇതുപോലെ ഇങ്ങനൊരു പാത്രത്തിൽ ഞാനിപ്പോൾ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒരു 3/4 ഭാഗത്തോളം വെച്ചിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ബോയിൽ ആക്കണില്ല, ചൂടായി ഒരു തിളക്കാറാവുന്ന ഒരു സമയമില്ലേ, ആ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഇപ്പോൾ കുറച്ച് ഞാൻ എൻ്റെ അടുത്തുള്ള സ്പൈസസ് ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ ഇന്ന സ്പൈസ് ഒന്നുമില്ല, പക്ഷെ എന്തായാലും ഉറപ്പായിട്ടും നമ്മുടെ ഈ സിനമണില്ലേ, പട്ട, അതെന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിന് നല്ലൊരു സ്മെല്ലാണ് ഉണ്ടാവുക. അപ്പോൾ ഞാനിങ്ങനെ മാറിയൊക്കെ പട്ട എന്തായാലും ചേർത്ത് കൊടുക്കും. പിന്നെ അതിൻ്റെ ഒപ്പം ചിലപ്പോൾ ഒരു ഗ്രാമ്പുമൊക്കെ ചേർത്ത് കൊടുക്കും, ചിലപ്പോൾ ഏലക്ക അങ്ങനെ, അല്ലെങ്കിൽ ബേ ലീഫ്, അങ്ങനെ എന്തെങ്കിലും ഒന്നും കൂടിയിട്ടൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ. ചിലപ്പോൾ ഇത് 3 ചേർത്ത് കൊടുക്കലുണ്ട്. പിന്നെ ഇതിൻ്റെ ഒപ്പം ഞാൻ നമ്മൾ തോല് കളഞ്ഞിട്ടല്ലേ ഓറഞ്ച് കഴിക്കുക, അപ്പോൾ ആ തോല് ഞാൻ ഒന്നെങ്കിൽ ഡ്രൈ ആക്കി വെക്കും ചില സമയത്ത്, അതല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ളത് അതും കൂടി ഒരു പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. ഇപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ഞാനത് ചേർക്കാത്തത്. അപ്പോൾ അതും കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു വെള്ളം ഒരു 10 മിനിറ്റോളം നല്ലോണം തിളപ്പിക്കും കേട്ടോ. തുറന്ന് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക ചെയ്യുക. അപ്പോൾ ആ ഒരു വെള്ളം തിളയ്ക്കുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു സമയത്ത് നല്ലൊരു മണം വരും കേട്ടോ. അപ്പോൾ ഈ പട്ടയുടെയും ആ ഓറഞ്ചിൻ്റെ ഒരു സ്മെല്ലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മുടെ ഈ കിച്ചണിൽ ഉള്ള ആ ഒരു ബാക്കിയുള്ള സ്മെല്ലൊക്കെ അങ്ങ് പോവും. എന്നിട്ട് ഇതിൻ്റെ ഒരു നല്ലൊരു മണം ഇങ്ങനെ തങ്ങി നിൽക്കും കേട്ടോ കിച്ചണിലൊക്കെ. അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഞാനത് മിക്കപ്പോഴും ചെയ്യാറുള്ള കാര്യമാണ്. ഹെവി കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഇതിലൊരു കാര്യം ഉള്ളത്, ആ വെള്ളം ചൂടായതിന് ശേഷം മാത്രം ഇതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പച്ചവെള്ളം വെച്ചിട്ട് അതിലേക്ക് ഉടനെ തന്നെ ഇതെല്ലാം കൂടി ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കണതിനെക്കാട്ടിലും ഇത് വെള്ളം ചൂടായി വരുന്ന ആ ഒരു നേരത്ത് ഈ സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തുറന്ന് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ടിട്ട് തിളപ്പിക്കുക. ഇനിയിപ്പോൾ ഞാൻ ഈ എൻ്റെ ക്യാൻഡിൽസും അതുപോലെ തന്നെ വീട്ടിൽ സ്മെല്ലുണ്ടാവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബാക്കിയുള്ള കാര്യങ്ങളും ഒന്ന് ക്ലീൻ ചെയ്യണം. അത് വെക്കുന്ന ഒരു ഡ്രോയറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിങ്ങനെ മുമ്പ് വീഡിയോസിലൊക്കെ ചോദിക്കലുണ്ടായിരുന്നില്ലേ, നിങ്ങളിൽ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ ക്യാൻഡിൽസ് ഏതാ യൂസ് ചെയ്യണമെന്നും പിന്നെ മണത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ കുറേ മുന്നേട്ടാ. അപ്പോൾ അത് ഞാൻ ഓർത്തിട്ട് അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് എന്തായാലും അതും കൂടി ചെയ്തേക്കാന്ന് വെച്ചിട്ട് നിന്നതാട്ടാ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ ഒരു TV സ്റ്റാൻഡിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ എനിക്കൊരു ഡ്രോയർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രോയറിൽ ഇതൊക്കെ വെക്കുക, ഇങ്ങനെ ക്യാൻഡിൽസൊക്കെ വെക്കുക. ഇതാകുമ്പോൾ എടുക്കാനും എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ഞാനിവിടെ ആട്ടാ വെക്കുക. പിന്നെ ഈ ഒരു വാക്യൂം ക്ലീനർ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ, കിട്ടുകയാണെങ്കിൽ ലിങ്ക് കൊടുക്കാം. ഹാൻഡ് വാക്യൂം ക്ലീനർ ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സാധനം കേട്ടോ. ഞാൻ കിച്ചണിലും ഹോളിലും എല്ലായിടത്തും ഇതുപോലെ ഡ്രോയേഴ്സും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണ ഒരു വാക്യൂം ക്ലീനർ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്കാമല്ലോ. അപ്പോൾ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം താഴെ. ഞാൻ വീട്ടിൽ എപ്പോഴും യൂസ് ചെയ്യാറുള്ള ക്യാൻഡിൽസും അതിൻ്റെ പേരുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഞാൻ എപ്പോഴും റീസ്റ്റോക്ക് ചെയ്യാറുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്കാമല്ലോ. അപ്പോൾ ആദ്യത്തെ ഈ ഒരു ക്യാൻഡിൽ ഞാൻ ആദ്യം ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് എന്ന് വാങ്ങിക്കുന്നത് കാണിക്കാം. ഈ ഒരു ക്യാൻഡിൽ ഐസ്ഡ് വാനില വുഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്മെല്ലാട്ടായത്, ഒരു ക്യാൻഡിലാട്ടായത്. അപ്പോൾ ഇതും തീരുന്നതനുസരിച്ച് ഞാൻ വീണ്ടും വാങ്ങിക്കാറുള്ള ഒരു സ്മെല്ലാട്ടായത്. നല്ല അടിപൊളി സ്മെല്ലുള്ള ഒരു ക്യാൻഡിലായത്. ഇനിയിപ്പോൾ അടുത്തത് ബബ്ലി റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ബാത്ത് ആൻഡ് ബോഡി വർക്സിൻ്റെ വേറൊരു ക്യാൻഡിലായത്. ഇതും ഞാൻ എപ്പോഴും റീസ്റ്റോക്ക് ചെയ്യുന്ന ക്യാൻഡിൽ തന്നെ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്മെല്ലാട്ടാണ് ഇതിനുണ്ടാവുക. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ഇത്, വൈറ്റ് ഗാർഡേനിയ എന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മുടെ നാട്ടിലെ മറ്റേ ഒരു പൂവില്ലേ, ഗന്ധരാജൻ എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ അതേ സ്മെല്ലിലുള്ള ഒരു ക്യാൻഡിലായിട്ടായത്. മുന്നേ എനിക്ക് ആ പേര് മറന്നുപോയിട്ട് നിങ്ങൾ തന്നെ, ഞാൻ വേറൊരു വീഡിയോയിൽ ഈ ക്യാൻഡിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിൽ കുറേ പേരെല്ലാം അതിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പേര് അറിയായിരുന്നു, പക്ഷേ ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ മറന്നു പോയതായിരുന്നു അത്. അപ്പോൾ ഗന്ധരാജൻ ആ ഒരു പൂവില്ലേ,
അതിൻ്റെ ആ സ്മെല്ലാട്ടോ ഈ ഒരു ക്യാൻഡിലിന് സൂപ്പറായിട്ടുള്ള ഒരു സ്മെല്ലാണ് അത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ച് നോക്കൂ. അതും ബാത്ത് ആൻഡ് ബോഡി വർക്സിൻ്റെ ക്യാൻഡിൽ തന്നെയാണ്. ഇനിയിപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു ക്യാൻഡിലില്ലേ, ഇത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സ്മെല്ലാണ്. ഇത് വാങ്ങിക്കുന്ന ഞാൻ സ്മെല്ല് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായ പോലെയൊക്കെ തോന്നിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായത്. പക്ഷേ ഒരു സുഖമില്ല, കുറച്ചൊരു സ്ട്രോങ് ആയിട്ടെല്ലാം വരുന്ന ഒരു സ്മെല്ലാട്ടോ അത്. ഇതിപ്പോൾ ഒരു 2 വർഷത്തിൽ കൂടുതലായിട്ട് ഈ ഒരു ക്യാൻഡിൽ എൻ്റെ കയ്യിൽ ഉണ്ട് കേട്ടോ. അത് വല്ലപ്പോഴും എല്ലാം വാങ്ങിച്ചല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ കത്തിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അത്ര കുറച്ച് സ്ട്രോങ് സ്മെല്ല് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടമാവും അത്. ഞാനങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ല് യൂസ് ചെയ്യുന്ന ആളല്ല, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്കത് ഇഷ്ടമില്ലാത്തത് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത് കാണിക്കുന്ന ഈ ഒരു ക്യാൻഡിൽ ഇത് തീരാനായിട്ടുണ്ട്. ഇത് പിങ്ക് ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാൻഡിലാട്ടോ അത്. പിങ്ക് ആപ്പിൾ പഞ്ച് അങ്ങനെയാട്ടോ അതിൻ്റെ ഒരു മുഴുവൻ പേര് വരുന്നത്. ഇതും ഞാൻ മിക്കപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ക്യാൻഡിലായത്. ഇത് വളരെ സോഫ്റ്റ് അല്ല, എന്നാൽ ചെറിയൊരു എന്ന് വെച്ചിട്ട് ഒരുപാട് സ്ട്രോങ്ങും അല്ല കേട്ടോ. അങ്ങനത്തെ ആ ഒരു ലെവലിൽ നിൽക്കുന്നൊരു സ്മെല്ലാണ്. ഇനിയിപ്പോൾ അടുത്തത് ടിക്കി ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാൻഡിലായത്. ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു മണാട്ടം. നമുക്കിത് രാവിലെയൊക്കെ കത്തിച്ച് വെച്ചാൽ നല്ലൊരു എന്താ പറയുക, ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീലിംഗ് തോന്നുന്ന ഒരു ക്യാൻഡിലാട്ടോ ഇത്. ഇത് ഇപ്പോൾ കാണിക്കുന്ന എല്ലാം ബാത്ത് ആൻഡ് ബോഡി വർക്സിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇനി ഇത് 1000 വിഷസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാൻഡിലായത്. ഇത് ഭയങ്കര സൂപ്പർ സ്മെല്ലാട്ടോ അത്. ഇതിൻ്റെ തന്നെ ബോഡി മിസ്റ്റും അതുപോലെ തന്നെ ബോഡി ലോഷനും ഒക്കെ ബാത്ത് ആൻഡ് ബോഡി വർക്സിലുണ്ട്. നല്ല അടിപൊളി ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് പറയേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലൊരു സ്മെല്ലാട്ടോ അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സ്മെല്ല്. 1000 വിഷസ് എന്നാട്ടോ അതിൻ്റെ പേര്. അതുപോലെ തന്നെ ഇതൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്മെല്ലാട്ടോ ബാത്ത് ആൻഡ് ബോഡി വർക്സിൻ്റെ ഈ 1000 വിഷസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ബോഡി മിസ്റ്റും ബോഡി ലോഷനും ഷവർ ജെല്ലും ഒക്കെ ഞാൻ അവിടെ കാണലുണ്ട്. എപ്പോഴും കാണാറുള്ള ഒരു ബാത്ത് ആൻഡ് ബോഡി വർക്സിൽ എപ്പോഴും കാണാറുള്ള ഒരു സ്മെല്ലാട്ടോ ഇത്. ഇപ്പോൾ അടുത്തത് മഹാഗണി കോക്കനട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാൻഡിലായത്. ഇതെൻ്റെ അടുത്ത് തീർന്നു പോയി. എനിക്കിഷ്ടമുള്ളൊരു സ്മെല്ലായിരുന്നു, പക്ഷേ ഇതിപ്പോൾ ഞാൻ കാണുന്നില്ല കേട്ടോ. ഇതിപ്പോൾ ബാത്ത് ആൻഡ് ബോഡി വർക്സിൽ കാണുന്നില്ല. ഉണ്ടാവുമെന്നറിയില്ല. ഞാൻ 1-2 വട്ടം നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായില്ല. ഇതും നല്ലൊരു സ്മെല്ലാട്ടോ, കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലത്. അപ്പോൾ ഇതിലിനി കുറച്ചേ ഉള്ളൂ, കുറച്ചെന്ന് വെച്ചാൽ തീരെ കുറവാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ എനിക്ക് ആ മണം ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനത് അങ്ങനെ എടുത്ത് വെച്ചതാട്ടോ. ഇനിയിപ്പോൾ ഈ കാണിക്കുന്ന ഈ ഒരു ക്യാൻഡിൽ ഇത് മൊത്തത്തിൽ തീർന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാൻഡിലുകളിൽ ഒന്നാട്ടോ ഇത്. ഇതും ബാത്ത് ആൻഡ് ബോഡി വർക്സിൻ്റെ പിങ്ക് ലൈലക് ആൻഡ് വാനില എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്മെല്ലാണ് ഇത്. ഇതിപ്പോൾ കാണുന്നതേ ഇല്ല കേട്ടോ ബാത്ത് ആൻഡ് ബോഡി വർക്സിൽ. ഇതിൻ്റെ ഒരു 3 ബോട്ടിൽസ് ഞാൻ മൊത്തത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമായിട്ട് വീണ്ടും വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ അത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാനിത് കാണണില്ല. ഞാൻ 2-3 സ്ഥലങ്ങളിൽ ബാത്ത് ആൻഡ് ബോഡി വർക്സിൽ ഇത് റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല. ഇത് നിർത്തിയതാണോ അതോ ഇനി എനിക്ക് കിട്ടാഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു പേരിട്ടാ പിങ്ക് ലൈലക് ആൻഡ് വെനില എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പിങ്ക് ബോട്ടിലിൽ വരുന്ന ഈ ഒരു ക്യാൻഡിൽ നല്ല അടിപൊളി സ്മെല്ലാട്ടോ അത്. ഇനിയിപ്പോൾ ഈ 2 ക്യാൻഡിൽസ് ഇത് ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുള്ള സ്മെൽസ് അല്ല കേട്ടോ. പുതിയതായിട്ട് വാങ്ങിച്ചതാണ്. ഒരാഴ്ചയെല്ലാം ആവുന്നുള്ളൂ ഞാൻ വാങ്ങിച്ചിട്ട് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇതിൽ ആദ്യത്തേത് വൈറ്റ് ടീ ആൻഡ് സേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്മെല്ലാണ് ഈ ഒരു വൈറ്റ് ബോട്ടിലുള്ളത്. ഇത് മണത്ത് നോക്കുന്ന സമയത്ത് നല്ല അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ എന്തായാലും നല്ല സ്മെല്ലായിരിക്കും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ല് തന്നെ ഇത്. ഞാൻ പിന്നത്തെ വീഡിയോസിൽ പറയാം കേട്ടോ യൂസ് ചെയ്തിട്ട് ഇതെങ്ങനെയുണ്ടെന്ന്. അതുപോലെ തന്നെ ഇതും പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഹലോ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്മെല്ല്. ഇതും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ യൂസ് ചെയ്തിട്ട് പറയാട്ടോ ഇതിൻ്റെ സ്മെല്ല് എങ്ങനെയുണ്ടെന്ന്. നല്ല അടിപൊളിയായിരിക്കും. കാര്യം മണത്ത് നോക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഞാൻ അങ്ങനത്തെ ക്യാൻഡിൽസാണ് വാങ്ങിക്കാറ് കേട്ടോ. എനിക്ക് സ്ട്രോങ് ആയിട്ടുള്ളത് സ്മെല്ലുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മൈഗ്രെയിൻ വരുന്ന കാരണം ഞാൻ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളതാണ് എപ്പോഴും വാങ്ങിക്കൽ. എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ ഒരു ഇതിലാണ് വാങ്ങിക്കൽ കേട്ടോ. അപ്പോൾ ഇത് രണ്ടും അങ്ങനെ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള ക്യാൻഡിൽസാണ്. ഇനിയിപ്പോൾ ഞാൻ സ്മെല്ലിന് വേണ്ടിയിട്ട് വീട്ടിൽ യൂസ് ചെയ്യണ ഊതുകളില്ലേ അത് കാണിക്കാം കേട്ടോ. ഊത് ഞാൻ യൂസ് ചെയ്യലുണ്ട്. അതും സോഫ്റ്റ് ആയിട്ടുള്ള സ്മെല്ല് മാത്രമാണ് യൂസ് ചെയ്യൽ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യത്തത് ഈ ഒരു സ്മെല്ല് കേട്ടോ, ആംബർ ബ്രീസ് എന്ന് പറഞ്ഞിട്ട്. ഇത് സ്വിസ് അറേബ്യൻ എന്ന് പറഞ്ഞിട്ട് UAE-യിലെല്ലാം ഉള്ളൊരു ബ്രാൻഡില്ലേ. ഞാൻ അവിടെ നിന്ന് കേട്ടോ വാങ്ങിക്കൽ. ഊത് വാങ്ങിക്കൽ അവിടെ നിന്നാണ്, ഞാൻ ഇവിടുന്ന് വാങ്ങിക്കലില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു സ്മെല്ലത് നല്ല അടിപൊളിയാട്ടോ. പിന്നെ റോസ് ബ്രീസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്വിസ് അറേബ്യൻ്റെ തന്നെ വേറൊരു സ്മെല്ല് കേട്ടോ. ഇത് രണ്ടും ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള
എന്താ സ്മെല്ലുകളാട്ടോ, കുറച്ച് ലൈറ്റായിട്ടുള്ള സ്മെല്ലായതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമാണ്. എനിക്കങ്ങനെ ഒരുപാട് ഈ ചില ഊതൊക്കെ ഭയങ്കര സ്ട്രോങ് അല്ലേ, നമ്മൾ കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടിങ്ങനെ ഇങ്ങനെ ഒരു കുത്തുന്ന അത്രയും സ്ട്രോങ് ആയിട്ട് എന്താ പറയുക, കുത്തുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രോങ്, അതാണ് ഞാൻ മീൻ ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളതല്ലേ, അപ്പോൾ അതെനിക്ക് ഇഷ്ടമല്ല അങ്ങനെ ഒത്തിരി സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ലുകളൊന്നും. അപ്പോൾ ഇത് രണ്ടും ഞാൻ റീസ്റ്റോക്ക് ചെയ്തതാണ് റീസെൻ്റായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്മെല്ലുകളാട്ടോ ഇത് രണ്ടും. ഇനിയിപ്പോൾ ദാ ഈ ഒരു ഊദ് ബക്കൂർ, ഇത് ഞാൻ ആ സ്ക്രീനിൽ കാണിച്ച പേരാട്ടോ ഇതിൻ്റെ പുറത്ത് എഴുതിയിട്ടുള്ളത്. എനിക്കിത് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ അറിയില്ല. അങ്ങനെ അപ്പോൾ ഇതും സ്വിസ് അറേബ്യൻ്റെ തന്നെയാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ ബോട്ടിലായിട്ടോ ഞാൻ യൂസ് ചെയ്യണേ. ഇത് ആദ്യം ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് അവരായിട്ട് റെക്കമെൻഡ്, ഞാൻ ആ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് അവരായിട്ട് റെക്കമെൻഡ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി സ്മെല്ലാട്ടോ, അത് ഒരു സോഫ്റ്റ്, ഭയങ്കര സോഫ്റ്റ് അല്ല, എന്നാൽ കുറച്ച് ഇതായിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളി സ്മെല്ലാട്ടോ അത്. പിന്നെ സ്വിസ് അറേബ്യൻ്റെ തന്നെ ഈ ഒരു സ്മെല്ലും ഇത് ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. ഈ ഒരു സ്മെല്ല് ഇതിനു മുമ്പ് ഞാൻ വാങ്ങിച്ചിട്ടില്ല, ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാട്ടോ ഇത്. ഇനിയിപ്പോൾ ഈ ഒരു ഊദ് ബക്കൂർ ഇത് സെൻറ്റർ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് ദുബായിലൊരു ഷോപ്പില്ലേ, അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. പേര് ഞാൻ ആ സ്ക്രീനിൽ കാണിച്ചതാട്ടോ. ഈ ഒരു ഇതിൻ്റെ പേര്. അപ്പോൾ ദുബായിലുള്ളവർക്കൊക്കെ UAE-യിലുള്ളവർക്കൊക്കെ സെൻറ്റർ പോയിൻ്റൊക്കെ ഫെമിലിയർ ആയിരിക്കുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ. ഇത് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്, ഫസ്റ്റ് ടൈം ആട്ടോ ഇത് വാങ്ങിക്കുന്നത്. കുഴപ്പമില്ല, നല്ലൊരു സ്മെല്ല് തന്നെയാണ് അങ്ങനെ. പക്ഷേ ഭയങ്കര അടിപൊളി. ഇന്നിപ്പോൾ ആ ഒരു സ്വിസ് അറേബ്യൻ്റെ ആ ഒരു ബ്ലൂ ബോട്ടിൽ കാണിച്ചില്ലേ, അപ്പോൾ അതുപോലെയൊക്കെ എക്സ്ട്രീം നല്ലതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ എന്ന് വെച്ചിട്ട് മോശമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ 3-4 മണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഈ ഒരു ഗോൾഡ് കളറിൽ ഈ ഒരു ബോട്ടിലായിരുന്നു. ഇനിയിപ്പോൾ കാണിച്ചു തരാം ഈ 3 ബോട്ടിൽസ് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ തവണ ദുബായ് ഷോപ്പിംഗ് ബ്ലോഗ്സ് കാണിക്കുന്ന സമയത്ത് അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാനവിടെ സ്പൈസ് ഹുക്കെന്നോ എന്തോ വാങ്ങിച്ചിട്ടുള്ള, സ്പൈസ് ഹുക്കാണോ അങ്ങനെ എന്തോ ഒരു സ്ഥലം, അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള 3 ബോട്ടിൽസായിരുന്നു. ഇത് ഇപ്പോഴും അതുപോലെയൊക്കെ തന്നെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് കേട്ടോ. ഞാനധികം യൂസ് ചെയ്തിട്ടില്ല. എന്താ വെച്ചാൽ ഒന്ന് നമ്മൾ അവിടെ മണത്ത് നോക്കിയപ്പോൾ ഞാനിതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു അന്ന് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ആ 2 എണ്ണം കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ അതിലൊന്ന് സാൻഡൽവുഡിൻ്റെ ഒരു മണമായിരുന്നു അത്. പക്ഷേ അതെന്താ അറിയോ, കത്തിച്ചൊരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് ഈ വുഡ് ഇല്ലേ അതായിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട്. വുഡ് തന്നെയാണ് ഇത്, പക്ഷെ അത് എനിക്കെങ്ങനെ പറയേണ്ടെന്നറിയില്ല. പക്ഷെ അത് അങ്ങനെ പൊട്ടയായി പോവുക, അതിന്ന് പിന്നെ മണം വരുന്നില്ല. അങ്ങനത്തെ അത് എനിക്ക് തോന്നുന്നില്ല അത് ഒറിജിനലാണെന്ന്. പക്ഷേ അവർ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഒറിജിനലാണ്, നിങ്ങൾ വേറെ സ്ഥലത്തൊക്കെ പോയി വാങ്ങിക്കുകയാണെങ്കിൽ ഇതിന് ഭയങ്കര വിലയാണ് അങ്ങനെയൊക്കെ പറയലുണ്ടായിരുന്നത്. ഞാൻ വെറുതെ ഒന്ന് വാങ്ങിച്ച് നോക്കിയതായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ പോയപ്പോൾ ഇത്തവണ ദുബായിക്ക് പോയപ്പോൾ ഞാൻ ആ ഒരു ഏരിയയിലേക്ക് പോയിട്ടുമില്ല, ഞാൻ അവിടെ നിന്ന് ഇത് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ചിലപ്പോൾ ഇതെൻ്റെ മാത്രം ഒരു ഒപ്പീനിയൻ ആയിരിക്കാം, ചിലപ്പോൾ ഞാൻ വാങ്ങിച്ച ഒരു സ്ഥലത്തിൻ്റെ ആയിരിക്കാം, നല്ലത് കിട്ടുന്നുണ്ടാവാം. അപ്പം നിങ്ങൾ അങ്ങനെ അതൊന്നും ഇതായിട്ട് എടുക്കരുത്. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നുള്ളത് പറഞ്ഞതായിരുന്നു. ആ 3 ബോട്ടിലിൽ ഒരെണ്ണം തീരെ പൊട്ടയാട്ടോ, അത് കത്തിച്ചൊരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിൻ്റെ മണമൊക്കെ പോയിട്ടുണ്ടാവും. ഇത് എൻ്റെ ഒപ്പീനിയൻ മാത്രമാട്ടോ. നിങ്ങൾക്ക് പലർക്കും നല്ല അഭിപ്രായം ഉണ്ടാവാം അവിടെ നിന്ന് വാങ്ങിച്ചിട്ട്, പക്ഷേ എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്തത്. പിന്നെ ഈ 2 വലിയ ക്യാൻഡിൽസും സെൻറ്റർ പോയിൻ്റ് എന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതും രണ്ടാമത്തെ ബോട്ടിൽ എന്താ പറയുക ഇതാട്ടാ യൂസ് ചെയ്യണത്. ഓരോന്ന് വീതം ഞാൻ ഇത് കഴിഞ്ഞ വർഷം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 2 എണ്ണം വീതം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം രണ്ടിൻ്റെ ഓരോന്ന് വീതം ഓൾറെഡി കഴിഞ്ഞു. ഇതിപ്പോൾ സെക്കൻഡ് ബോട്ടിലാട്ടാ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ ക്യാൻഡിൽസ് മിക്കതും ഞാനിവിടെ സിംഗപ്പൂരിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഞാൻ എവിടെ പോയാലും ഈ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൽ കയറട്ടെ, എനിക്ക് അവരുടെ പ്രോഡക്റ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഈ ബോഡി മിസ്റ്റും അതുപോലെ ക്യാൻഡിൽസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ആ ഒരു ബ്രാൻഡിൻ്റെ. അപ്പോൾ അങ്ങനെ വാങ്ങിക്കലുണ്ട്. പിന്നെ അതുപോലെ തന്നെ മണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഫാബ്രിക് മിസ്റ്റ് യൂസ് ചെയ്യലുണ്ട്. ഇത് നമുക്ക് കർട്ടനിലും സോഫയിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലൊരു സ്മെല്ലാട്ടാ വരിക, കുറേ നേരം ലാസ്റ്റ് ചെയ്യും. ഇത് ഞാൻ മുമ്പ് എവിടെ നിന്നോ വാങ്ങിച്ചതാണ്. ഇപ്പോൾ ഇതിനൊരു ബ്രാൻഡ് എനിക്കറിയില്ല. ഇതിൻ്റെ പുറത്ത് കാണുന്ന ഇത് റിലാക്സ് അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല മണാട്ടാ ഇത്. ഈ 3 എണ്ണം ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ തന്നെ ആ ഒരു ബ്രാൻഡിൻ്റെ പേരായിരുന്നു അങ്ങനെ. അതൊരു ഫേമസ് ബ്രാൻഡാണോ എന്നൊന്നും എനിക്കറിയില്ല. അതിപ്പോൾ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ വാങ്ങിച്ചതായിരുന്നു.
ഇനിയിപ്പോൾ നല്ല സ്മെല്ലിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ബേർണേഴ്സാണ്. അതായത് നമ്മൾ എസൻഷ്യൽ ഓയിൽസൊക്കെ ഒഴിച്ചിട്ട് എന്താ പറയുക, കത്തിച്ച് വെക്കില്ലേ, ക്യാൻഡിൽസ് താഴെ കത്തിച്ച് വെച്ചിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓയിൽസ്, അത് ഞാൻ യൂസ് ചെയ്യലുണ്ട് കേട്ടോ. ഇത് മെയിനായിട്ട് ഞാൻ ബാത്റൂംസിലൊക്കെയാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യൽ. ഇതുപോലെ ഫ്രാഗ്രൻസ് ഓയിൽ, എസൻഷ്യൽ ഓയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടൂലേ, അപ്പോൾ അതിൽ ഞാൻ എപ്പോഴും റീസ്റ്റോക്ക് ചെയ്യുന്ന, എൻ്റെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവാറുള്ള ഒരു സ്മെല്ലാട്ടോ ഇത്, ഫ്രഷ് ലിനൻ. എനിക്ക് ആ ഒരു സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെപ്പോഴും ഞാൻ റീസ്റ്റോക്ക്, മിക്കവാറും എല്ലാ പ്ലേസിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്മെല്ലാട്ടോ അത്, ഫ്രഷ് ലിനൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ ഫ്രഷ് കോട്ടൺ എന്ന് പറഞ്ഞിട്ട് വേറൊന്നും കൂടിയുണ്ട്, അതും നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതിപ്പോൾ ഫ്രഷ് ലിനനാണ്. ഞാനിത് രണ്ടും മാറി മാറി വാങ്ങിക്കലുണ്ട്. ഫ്രഷ് ലിനൻ കിട്ടുകയാണെങ്കിൽ ഞാൻ അത് തന്നെ കേട്ടോ കൂടുതലും വാങ്ങിക്കൽ. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് കുറച്ച് ആ ഒരു ബേർണറിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിങ്ങനെ ഇട്ടുകൊടുത്തിട്ട് 1-2 ഡ്രോപ്പ് ഒഴിച്ചിട്ട് താഴെ ഒരു ക്യാൻഡിൽ കത്തിച്ച് വെച്ചാൽ മതി കേട്ടോ. ബാത്റൂമിലൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല സ്മെല്ല് വരുന്നുണ്ടാവും ഇത് യൂസ് ചെയ്താൽ. 2 വേറെ മണങ്ങളും കൂടി ഉണ്ട്, ഇതിൻ്റെ പേരൊന്നും ഞാൻ ഓർക്കണില്ല. അതിപ്പോൾ റാൻഡംലി വാങ്ങിച്ചിട്ടുള്ളതായിരിക്കോ അതല്ല, പക്ഷേ എല്ലാതും നല്ല സോഫ്റ്റ് സ്മെല്ലുകൾ തന്നെയാട്ടോ. ഞാൻ സ്ട്രോങ് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വാങ്ങിക്കലില്ല, ആ സോഫ്റ്റ് ആയിട്ടുള്ള സ്മെല്ലുകൾ തന്നെ ഇത്. പിന്നെ ഇതാ ഈ ഒരു ചെറിയ ക്യാൻഡിൽസ് ഇല്ലേ, ഞാൻ സാധാരണയായിട്ട് മണമുള്ള ക്യാൻഡിൽസ് ഇങ്ങനത്തെ, അതായത് ഇത് ഞാൻ യൂസ് ചെയ്യണത് ബർണറിൻ്റെ താഴെ കത്തിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് എസൻഷ്യൽ ഓയിലൊക്കെ ഒഴിച്ചിട്ട് അത് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ക്യാൻഡിൽസ് താഴെ കത്തിച്ച് വെക്കാൻ വേണ്ടി, അങ്ങനെ ഞാൻ യൂസ് ചെയ്യില്ല. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് ആ ഒരു ക്യാൻഡിൽ ഇപ്പോൾ ഈ കാണിച്ച വെളുത്ത ഈ ഒരു കളറില്ലേ, വെള്ള കളറിലെ ഇങ്ങനെ കത്തിച്ച് വെക്കാനായിട്ട് ഞാൻ ഐക്യയിൽ വാങ്ങിക്കൽ സാധാരണയായിട്ട്. അത് ബൾക്കായിട്ട് നമുക്ക് കിട്ടുമല്ലോ. പക്ഷേ ഈ ഒരു പിങ്ക് കളറിൽ കണ്ടില്ലേ, ഇത് ഞാനിപ്പോൾ ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എന്തോ ഒരു സെയിൽ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഒന്ന് എടുത്ത് നോക്കിയതാണ്. പക്ഷേ അടിപൊളി മണമാണ് കേട്ടോ ഇത്. ഞാൻ പൊതുവേ ഇങ്ങനെ ചെറിയ ക്യാൻഡിൽസ് ഇങ്ങനെ വാങ്ങിക്കലില്ല. ഇതിപ്പോൾ ആ ഒരു സ്ക്രീനിൽ കാണിച്ച ആ ഒരു പ്രൈസാട്ടോ അതിൻ്റെ 12 AED അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതിപ്പോഴും സെയിലുണ്ടോയെന്നൊന്നും അറിയില്ല. പക്ഷേ ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്മെല്ലാണ്. ഇത് മാത്രമായിട്ട് കത്തിച്ച് വെക്കുമ്പോഴും, പക്ഷേ ഒരുപാട് വൈഡായിട്ടുള്ള ഏരിയയിൽ കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കണില്ല. പക്ഷേ നമ്മൾ ബാത്റൂമിലൊക്കെ ഇത് മാത്രമായിട്ട് കത്തിച്ച് വെച്ചാലും നല്ല സ്മെല്ല് കുറച്ച് നേരം നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പാക്കറ്റ് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 4 എണ്ണമാണ് എൻ്റെ കയ്യിലുള്ള ബർണേഴ്സ്. പിന്നെ എൻ്റെ അടുത്തൊരു 4 ഊത് ബർണേഴ്സും കൂടി ഉണ്ട് കേട്ടോ. ഇലക്ട്രിക് ഊത് ബർണേഴ്സ് ഉണ്ട് 4 എണ്ണം. ഒരെണ്ണം എവിടെയോ കണക്ട് ചെയ്ത് വെച്ചേക്കാണ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടില്ല. ഇപ്പോൾ 3 എണ്ണമാണ് ഇപ്പം യൂസ് ചെയ്യാതെ ഞാൻ വെച്ചിട്ടുള്ളത്. ഇത് ആവശ്യം വരുമ്പോൾ എടുത്ത് യൂസ് ചെയ്യും, അങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ അത്രയൊക്കെ കേട്ടോ ഈ ഒരു വീഡിയോയിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ മറ്റേ ചാർക്കോൾ കത്തിച്ചിട്ട് കത്തിക്കുന്ന ഒരു ഊത് ബർണർ കൂടി എൻ്റെ അടുത്തുണ്ട്. പക്ഷെ അത് ഞാൻ യൂസ് ചെയ്യലില്ല ഇപ്പോൾ. കൂടുതലും ഇലക്ട്രിക് ബർണേഴ്സാണ് ഞാൻ യൂസ് ചെയ്യൽ. എനിക്ക് ഈസി അതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാതും നേരത്തെ ഞാൻ കാണിച്ച പോലെ ഈ ഒരു ഡ്രോയറില്ലേ, ഇത് വലിയൊരു ഡ്രോയറാട്ടോ. അപ്പോൾ ഇതിലാണ് ഞാൻ ഓർഗനൈസ് ചെയ്ത് വെക്കാറുള്ളത്. എനിക്ക് പെട്ടെന്ന് എടുക്കാനും, ഇപ്പോൾ ഇവിടെ എൻ്റെ ഹസ്ബൻഡായാലും പെട്ടെന്ന് വന്നിട്ട് ക്യാൻഡിൽ എപ്പോഴും എന്താ പറയുക, ഈസി ആയിട്ട് ഇതാകുമ്പോൾ നമുക്ക് എടുക്കാനും വെക്കാനും ഒക്കെ പറ്റുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഇത് ഹോളിൽ തന്നെയുള്ളൊരു TV കൺസോളിൻ്റെ താഴെയുള്ളൊരു ഡ്രോയറാണ്. അപ്പോൾ ഞാനിങ്ങനെയൊക്കെയാണ് വീട്ടിൽ സ്മെല്ല് ഉണ്ടാക്കാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും അത് കമൻറ്റ് ബോക്സിൽ പറയാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. പറയുന്ന സമയത്ത് വീഡിയോ ഇടാൻ പറ്റണില്ല, കുറച്ച് തിരക്കായി പോയതുകൊണ്ടാട്ടോ. റിയലി സോറി. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വീണ്ടും വരാം. താങ്ക് യു. ബൈ.